ഓക്കെ, ഇപ്പോൾ നമ്മുടെ മെക്കാനിക്സ് മെഷീനറിയിൽ നെക്സ്റ്റ് ടോപ്പിക്ക് മൊഡ്യൂൾ 4 വരുന്ന ടോപ്പിക്കാണ് ഗൈറോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗൈറോസ്കോപ്പും വരുന്നുണ്ട്, പിന്നെ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്സാണ് നമുക്ക് മൊഡ്യൂൾ 4 വരുന്നത്. അപ്പോൾ ഇത് രണ്ടും എസ് എ ചോദിക്കുമ്പോഴത്തേക്കും രണ്ടും ഓർ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഈ ഫസ്റ്റ് ടോപ്പിക്ക് മൊഡ്യൂൾ 4 ഫസ്റ്റ് ടോപ്പിക്കായ ഗൈറോസ്കോപ്പ് എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗൈറോസ്കോപ്പിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിവൈസ് കൺസിസ്റ്റിംഗ് ഓഫ് എ സ്പിന്നിങ് വീല്. ഓക്കെ, എ സ്പിന്നിങ് വീല് ഓർ ഡിസ്ക് മൗണ്ടഡ് സോ ദാറ്റ് ഇറ്റ്സ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ക്യാൻ ഫ്രീലി അസ്യൂം എനി ഓറിയൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സിംപ്ലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ സിറ്റുവേഷനിലുള്ള ഒരു ഡിസ്ക് അല്ലെങ്കിൽ ഒരു സ്പിന്നിങ് വീല് ഞാൻ എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് ഒരു സ്പിന്നിങ് വീലാണെന്ന് ഇമാജിൻ ചെയ്യാം. ഇനി ഈ സ്പിന്നിങ് വീലിനെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്പിന്നിങ് വീലിനെ നമ്മളൊരു ഷാഫ്റ്റിൽ നമ്മൾ മൗണ്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഈ ഷാഫ്റ്റ് ആക്സിസ് കൂടെ ഒന്ന് എന്ത് ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഷാഫ്റ്റ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്ന ഇവിടെ നിന്ന് നമുക്ക് ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ എൻറ്റയർ യൂണിറ്റിന് നമുക്ക് ഒന്നുകിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ടേൺ ചെയ്യാം, അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലോ ഡൗൺവേർഡ് ഡയറക്ഷനിലോ ഈ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ആക്സിസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നോക്കുകയാണ്, തിരിക്കാനായിട്ട് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ഗൈറോസ്കോപ്പിക് എഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷാഫ്റ്റ് റൊട്ടേഷനിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫ്റ്റ് റൊട്ടേഷൻ അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് ഡയറക്ഷനാണെന്നുള്ളത് അതിൻ്റെ ഒബ്സർവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഷാഫ്റ്റ് ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളിപ്പം ഇത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മുകളിൽ CW അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇതിപ്പം നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്, ക്ലോക്ക് വൈസ് ആയിട്ടാണ് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ റൊട്ടേഷൻ തന്നെ ഞാൻ ബോട്ടം പൊസിഷനിൽ നിന്ന് നോക്കുവാണെങ്കിൽ നേരെ തിരിച്ചെന്തായിട്ടായിരിക്കും തോന്നുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് സ്പിൻ ചെയ്യുന്നതായിട്ടായിരിക്കും തോന്നുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ ഒരു ഷാഫ്റ്റ് വിത്ത് എ ഡിസ്ക് മൗണ്ടഡ് അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഒബ്സർവർ എവിടെയാണ് നിൽക്കുന്നത്, ഒബ്സർവറിന് ഒന്നുകിൽ ഫ്രണ്ടിൽ നിൽക്കാം അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കാം. ഓക്കെ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒബ്സർവറിന് ഈ പറഞ്ഞ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നുവാണെങ്കിൽ അതേ ഷാഫ്റ്റ് സെയിം റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഒബ്സർവർ ബാക്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ ആ റൊട്ടേഷൻ എന്തായിട്ടായിരിക്കും തോന്നുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിട്ടായിരിക്കും തോന്നുന്നത്. ഈ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ശരി. ഇപ്പോൾ ഫർദറായിട്ട് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴത്തേക്കും ഷാഫ്റ്റിൻ്റെ റൊട്ടേഷനും അതിൻ്റെ ഓറിയൻറ്റേഷനും ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്, ഈ പറയുന്ന ഒബ്സർവറാണ്. ഒബ്സർവറിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നോക്കിയിട്ട് വേണം ആ ഷാഫ്റ്റ് ക്ലോക്ക് വൈസ് ആയിട്ടാണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ഇനി ഒരു ടിപ്പിക്കൽ ഗൈറോസ്കോപ്പിൻ്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് എ ഗൈറോസ്കോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഗൈറോസ്കോപ്പ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷനാണ് ഇവിടെ നിന്ന് സ്കെച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ കാണിച്ച പോലെ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്. നമ്മുടെ ഈ പെൻസിലാണ് ഇവിടുത്തെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതിലായിട്ടാണ് ഞാൻ ഈ ഒരു ഡിസ്കിനെ എന്ത് ചെയ്തിരിക്കുന്നത്, മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിസ്ക് ഒന്ന് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഡിസ്കിൻ്റെ പോസിബിൾ റൊട്ടേഷൻസ് എന്തൊക്കെയാണ്, ഡിസ്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യാം, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഡിസ്കിനെ എങ്ങനെ ആർക്കാം, ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടും റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും റൊട്ടേറ്റ് ചെയ്യും. അത് ഡിപ്പെൻഡ്സ് ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൊട്ടേറ്റിംഗ് ഡിസ്കിൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ആംഗുലർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റം റെപ്രസെൻറ്റഡ് ബൈ L. അതിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, I × ω. സാധാരണഗതിയിൽ നമ്മൾ ലീനിയർ മൊമെൻറ്റം പഠിച്ചിട്ടുണ്ട്. ലീനിയർ മൊമെൻറ്റം ആകുമ്പോഴത്തേക്കും ലീനിയർ മൊമെൻറ്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇവിടെ റൊട്ടേഷണൽ കേസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ പറയാറുള്ളത് ആംഗുലാർ മൊമെൻറ്റമാണ്. അപ്പം മാസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും ലീനിയർ വെലോസിറ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആംഗുലാർ വെലോസിറ്റിയും വരും.
Okay, share. Where I is the moment of inertia or the mass moment of inertia, omega is the angular velocity of a rotating disk. Angular velocity of a rotating disk. ഓക്കെ ശരി. അപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇനി ഈ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എന്താണെന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ എഗെയിൻ സെയിം സിറ്റുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്, നമുക്കൊരു ഷാഫ്റ്റ് ആക്സിസ് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്. ആ ആക്സിസിലായിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഡിസ്കിനെ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഡിസ്ക് ഈ ഒരു ആക്സിസിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്കിൻ്റെ ഈ ആക്സിസിനെ തന്നെ ഞാനൊരു സെക്കൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ്, ഓക്കെ, ഒരു സെക്കൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് സ്ക്രീനിന് പെർപെൻഡിക്കുലറായിട്ട് ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ പിന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിവിടെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ പെർപെൻഡിക്കുലർ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ഇവനെ എന്ത് ചെയ്യുകയാണ്, ഈ ഫസ്റ്റ് റൊട്ടേറ്റിംഗ് യൂണിറ്റിന് ഞാൻ ഇങ്ങോട്ട് സ്പിൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഒന്നുകിൽ ഇങ്ങോട്ട് ടേൺ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഈ ഡയറക്ഷനിലേക്കും ടേൺ ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എന്താ ഒബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾ ഇൻറ്റൻഷനലി അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ടോർക്ക് കൊടുത്ത് ഇതിനെ അങ്ങോട്ട് പ്രിസിഷൻ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് ഈ സൈഡ് വേസ് മൂവ്മെൻറ്റിന് പുറമേ ആയിട്ട് ഈ ഒബ്സർവ് ദാറ്റ് ഈ ഒരു യൂണിറ്റ് മുകളിലേക്ക് അല്ലെങ്കിൽ താഴത്തേക്ക് തനിയെ ടിൽറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കൊരു ഒബ്സർവേഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് എഫക്റ്റ്. എന്താ പറഞ്ഞാൽ, നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റൊട്ടേറ്റിംഗ് ആക്സിസിനെ തന്നെ നമ്മളൊരു സെക്കൻഡ് പെർപെൻഡിക്കുലർ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ഒന്നുകിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ അല്ലെങ്കിൽ അപ്വേർഡോ ഡൗൺവേർഡോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കും, ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താ ഒബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ യൂണിറ്റ് ലിഫ്റ്റ് അപ്വേർഡ്സ് ഓർ ഡ്രോപ്സ് ഡൗൺവേർഡ്സ് ഓൺ ഇറ്റ്സ് ഓൺ. അത് തനിയെ സംഭവിക്കുന്ന ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് എഫക്റ്റ്. ഓക്കെ, ശരി. അപ്പോൾ ഇനി ഇത് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സിംപ്ലി പ്രിൻസിപ്പിൾ ഓഫ് ഈ ഗൈറോസ്കോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഇമ്പോർട്ടൻറ്റ് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ്, ഐ ഒമേഗ. Okay, where I is the mass moment of inertia and omega is the angular velocity of a rotating disk. Okay, if no external torque acts on the spinning gyroscope, its angular momentum stays constant in magnitude and direction. അപ്പോൾ അവരവിടെ ഫസ്റ്റ് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഡിസ്കിനെ ഈ പറഞ്ഞ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു അല്ലേ. ഞാനിപ്പോൾ ഈ ക്ലോക്ക് വൈസ് റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഇവിടെ ഒബ്സർവറിനെ പ്ലേസ് ചെയ്തിട്ട് ഒബ്സർവറിന് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ വ്യൂ ചെയ്യുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ആക്സിസിൽ തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എന്ത് എഫക്റ്റ് ഇല്ലെന്നാണ് പറയുന്നത്, അവിടെ ഈ പറയുന്ന ഗൈറോസ്കോപ്പിക് എഫക്റ്റ് അല്ലെങ്കിൽ വരത്തില്ല, ഗൈറോസ്കോപ്പിക് എഫക്റ്റ് വരത്തില്ല. ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആംഗുലാർ മൊമെൻറ്റം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതുകൊണ്ടാണ് അവിടെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒന്നെന്താണ് മാഗ്നിറ്റ്യൂഡും, മറ്റൊരെണ്ണം ഡയറക്ഷൻ. ഓക്കെ, അപ്പം ഈ ഒരു ആക്സിസിൽ തന്നെ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ എഞ്ചിൻ ഷാഫ്റ്റുകൾ, പ്രൊപ്പല്ലർ ഷാഫ്റ്റുകൾ എന്നൊക്കെ പോലെ ഇതിങ്ങനെ തന്നെ നിന്ന് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് കാണത്തില്ല. ഓക്കെ, ഇനി ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എപ്പോഴാണ് വരുന്നത്, വെൻ എ ടോർക്ക് ഈസ് അപ്ലൈഡ് the gyroscope responds by moving its axis at right angles to the applied force. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരുന്ന യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു സെക്കൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് കൺസിഡർ ചെയ്യുകയാണ്. ഈ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് അങ്ങോട്ട് ടോർക്ക് അപ്ലൈ ചെയ്ത് മൂവ് ചെയ്തെന്ന് വിചാരിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്യണമല്ലോ അല്ലേ, ഈ പെൻസിലിനെ തന്നെ ഞാൻ ഇങ്ങോട്ട് പിടിച്ച് റൊട്ടേറ്റ് ചെയ്യണം. അതാണ് വെൻ എ ടോർക്ക് ഈസ് അപ്ലൈഡ് ദ ഗൈറോസ്കോപ്പ് റെസ്പോൺസ് ബൈ മൂവിങ് ഇറ്റ്സ് ആക്സിസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുമ്പോഴത്തേക്കും ഇപ്പം മൂവ് ചെയ്ത ആക്സിസ് ഓൾറെഡി ഒരു റൊട്ടേറ്റിംഗ് ആക്സിസ് ഉണ്ടായിരുന്നു, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു സെക്കൻഡ് ആക്സിസ് ഓഫ് പ്രിസഷൻ വന്നു. ഇനി ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലറായിട്ടൊരു തേർഡ്, ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലറായിട്ടൊരു തേർഡ് ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മോഷൻ കാരണം ഈ തേർഡ് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ഇവനെന്ത് ചെയ്യും, ഡൗൺവേർഡോ അപ്വേർഡോ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പം ഗൈറോസ്കോപ്പിക് എഫക്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരു ആക്സിസിനെ മാത്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിടിച്ച് ടേൺ ചെയ്യുന്നു. ഒരു എക്സ്റ്റേണൽ ടോർക്ക് കൊടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ടേൺ ചെയ്യുന്നു. ആ സമയത്ത് ഒരു തേർഡ് പെർപെൻഡിക്കുലർ ആക്സിസ്, ഓക്കെ, ഒരു തേർഡ് പെർപെൻഡിക്കുലർ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ഇതിനെ അങ്ങോട്ട് ടേൺ ചെയ്യുമ്പോൾ തേർഡ് പെർപെൻഡിക്കുലർ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഇത് അപ്പോൾ ഡൗൺ മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യും. ഓക്കെ, എളുപ്പമാണിത്, വലിയ കൺഫ്യൂഷൻ വേണ്ട. ഞാൻ ജസ്റ്റ് അതൊന്ന് മനസ്സിലാവട്ടെ എന്നുള്ള രീതിക്കാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് കാണിച്ചത്. അല്ലാതെ സിംപ്ലി നമുക്ക് ഡയഗ്രാമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തതുകൊണ്ടെങ്കിൽ 3 പെർപെൻഡിക്കുലർ ആക്സിസുകൾ വരച്ചാൽ മതി. എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഫർദറായിട്ട് നോക്കാം. ഓക്കെ, അപ്പം റൊട്ടേറ്റിംഗ് ആക്സിസ് മാത്രമാണ്, ഒരു ആക്സിസിൽ നിന്നുകൊണ്ട് മാത്രം റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഇല്ല. ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഈ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്സിസിനെ തന്നെ നമ്മൾ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് എഫക്റ്റ് വരും, ഗൈറോസ്കോപ്പിക് എഫക്റ്റ് വരും. ഓക്കെ, തൽക്കാലം അത്ര മാത്രം മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഗൈറോസ്കോപ്പ്. ഓക്കെ, ഇപ്പോൾ എന്തിനാ ഈ ഗൈറോസ്കോപ്പിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈറോസ്കോപ്പിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ എയറോസ്പേസ് ആൻഡ് നാവിഗേഷൻ. ഓക്കെ, എയറോസ്പേസ് ഇൻഡസ്ട്രീസിൽ ഈ പറയുന്ന ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, അത് എയർപ്ലെയിൻസിലായാലും ഈ പറയുന്ന ഷിപ്പുകളിലായാലും സാറ്റലൈറ്റ്സിലായാലും സബ്മറൈൻസിലായാലും എല്ലാത്തിലും ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റംസ് ഉണ്ട്. അതായത് നമുക്കൊരു ടിപ്പിക്കൽ യൂണിറ്റിൻ്റെ പൊസിഷൻ, ഡയറക്ഷൻ, നോർത്ത് വേർഡ് ആണോ സൗത്ത് വേർഡ് ആണോ എന്നുള്ള ഡയറക്ഷൻസ് എല്ലാം അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഗൈറോസ്കോപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. അപ്പോൾ അതിൽ ഏറ്റവും നമുക്കറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സ്മാർട്ട് ഫോൺസ് ഫോർ ഓട്ടോമാറ്റിക് സ്ക്രീൻ റൊട്ടേഷൻ. ഓക്കെ, നമ്മുടെ എല്ലാം ഫോണുകളിൽ ഈ ഓട്ടോമാറ്റിക് സ്ക്രീൻ റൊട്ടേഷൻ്റെ ഒരു ഒരു ടാബ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന ഗൈറോസ്കോപ്പിക് എഫക്റ്റാണ്. ഗൈറോസ്കോപ്പിക് എഫക്റ്റ് കാരണമാണ് നമുക്ക് ആ ഒരു ഓട്ടോമാറ്റിക് സ്പിന്നിങ് അല്ലെങ്കിൽ സ്ക്രീൻ റൊട്ടേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറയുന്നത്. വളരെ ചെറിയ, നമ്മുടെ എല്ലാ ഫോണുകളിലും വളരെ ചെറിയ ഈ പറയുന്ന ഗൈറോസ്കോപ്പിൻ്റെ മൊഡ്യൂൾസ് ഉണ്ട്. ഓക്കെ, നാനോ മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ആ മൊഡ്യൂൾസിൻ്റെ വർക്കിംഗ് കാരണമാണ് നമുക്ക് ഈ സ്ക്രീനെല്ലാം റൊട്ടേറ്റ് ചെയ്ത് വരുന്നത് മൊബൈൽ ഫോൺസിലെല്ലാം. തേർഡ് വൺ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽസ് ആൻഡ് സേഫ്റ്റി സിസ്റ്റംസ്. ഓക്കെ, അതായത് നമ്മുടെ ഓട്ടോമൊബൈൽസിൽ കാണുന്ന ആൻറ്റി സ്കിഡ് ബ്രേക്കിംഗ് സിസ്റ്റം, റോൾ ഓവർ ഡിറ്റക്ഷൻ സിസ്റ്റം വിച്ച് ഹെൽപ്സ് ഡിപ്ലോയ് എയർ ബാഗ്സ് ഡ്യൂറിങ് ആക്സിഡൻറ്റ്സ്. ഇപ്പോൾ ഒരു വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി പെട്ടെന്ന് ആക്സിഡൻറ്റ് പറ്റി മറിഞ്ഞു പോവുകയോ ചെരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ചെറിയ മൊഡ്യൂൾസ് ട്രിഗർ ചെയ്തിട്ട് നമുക്ക് വേണ്ട എയർ ബാഗ്സും സേഫ്റ്റി ബാക്കി യൂണിറ്റ്സും എല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഈ ഓറിയൻറ്റേഷനിൽ വരുന്ന ചേഞ്ചസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഗൈറോസ്കോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ അറിയേണ്ടതെന്ന് പറയുന്നത് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ഓക്കെ, gyroscopic couple arises from the resistance of a spinning object to a change in the direction of its axis of rotation. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കേസ് തന്നെ നമ്മൾ ആ സ്പിന്നിങ് യൂണിറ്റിൻ്റെ ആക്സിസ് അല്ലേ, ആ റൊട്ടേറ്റിംഗ് ഡിസ്ക് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഈ റൊട്ടേറ്റിംഗ് ഡിസ്കിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് കാരണം ഈ യൂണിറ്റ് അപ്വേർഡോ ഡൗൺവേർഡോ മൂവ് ചെയ്ത് മാറാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയുള്ള ഫോമുല. ഓക്കെ, ഫസ്റ്റ് ഈ ഫോമുല ഒന്ന് ബൈഹാർട്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ന്യൂമറിക്കൽസ് ചോദിക്കുമ്പോഴത്തേക്കും ആകെ കൂടി വരുന്ന ഒരു ഫോമുല എന്ന് പറയുന്നത് ഗൈറോസ്കോപ്പിക് കപ്പിൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് I ഇൻറ്റു ഒമേഗ പി. ഒമേഗ പി എന്ന് പറയുന്നത്, ഇതിൽ ഈ പി എന്ന് പറയുന്നത് സഫിക്സ് ആണ് കേട്ടോ. അപ്പോൾ I ഒമേഗ പി. ഓക്കെ, 2 ഒമേഗ വാല്യൂസ് ഉണ്ട്, എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഗൈറോസ്കോപ്പിക് കപ്പിളിന് നമ്മൾ കൊടുക്കുന്ന റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് സി, ഗൈറോസ്കോപ്പിക് കപ്പിൾ അല്ലെങ്കിൽ ടോർക്ക്. I എന്ന് പറയുന്നത് ഇവിടുത്തെ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റ്. ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്ക് ഉണ്ടോ, ഈ ഡിസ്ക്, ഈ റൊട്ടേറ്റിംഗ് ഡിസ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ഒന്നുകിൽ ഇത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന RPM വാല്യൂ തരും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2πn/60 കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും? ഇതിനെ ആംഗുലർ വെലോസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും റേഡിയൻ പെർ സെക്കൻഡിലേക്ക്. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്നത് ഒമേഗ പി. ഒമേഗ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്സിസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ അപ്വേർഡോ ഡൗൺവേർഡോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനിങ്ങനെ ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതും ഇവിടെ ഈ ഒരു ടേണിങ് വരുന്നത് കൊണ്ട് ഈ ടേൺ ചെയ്യുന്ന എത്ര ആംഗുലർ വെലോസിറ്റിയാണ് ഇതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമല്ലോ നമുക്ക്. ഓക്കെ, ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ സെക്കൻഡ് പെർപെൻഡിക്കുലർ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റീവായിട്ട് ഈ എൻറ്റയർ യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ എത്ര ആംഗുലർ വെലോസിറ്റിയിലാണ് ടേൺ ചെയ്യുന്നത്? ഓക്കെ, ഈ ഒരു ആംഗുലർ വെലോസിറ്റിയാണ് നമ്മൾ ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസഷൻ എന്ന് പറയുന്നത്. ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസഷൻ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒമേഗ പി കൊണ്ടാണ്. ഒമേഗ പി വെച്ചിട്ടാണ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസഷൻ നമ്മൾ മാർക്ക് ചെയ്യാറുള്ളത്. ഓക്കെ, റേറ്റ് അറ്റ് വിച്ച് ആക്സിസ് ഈസ് ചേഞ്ചിങ് ഡയറക്ഷൻ. നമ്മൾ റൊട്ടേറ്റിംഗ് ആക്സിസ് എത്ര റേറ്റിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശരി. ഇനി ആപ്ലിക്കേഷൻസ് പറയുമ്പോഴത്തേക്കും ഗൈറോസ്കോപ്പിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്, അല്ലെങ്കിൽ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഇൻ ദി ഡിസൈൻ ഓഫ് ഷിപ്സ്, ഓക്കെ, എയർപ്ലെയിൻസ്, 2-വീലേഴ്സ്, ഓക്കെ, ഫോർ നാവിഗേഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ നമ്മുടെ സിലബസിൽ മെയിനായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റുകളുടെ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് പഠിക്കാനുണ്ട്. പിന്നെ ഷിപ്പ്, എയർപ്ലെയിൻസ്, 2-വീലേഴ്സ്, 4-വീലേഴ്സ്, ഇതിൻ്റെ എല്ലാം സ്റ്റെബിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗൈറോസ്കോപ്പിക് എഫക്റ്റാണ് നമ്മുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗൈറോസ്കോപ്പിക് കപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി നമ്മൾ ഈ ഇപ്പം ആ ഒരു പ്രസൻറ്റ് ചെയ്ത മോഡലിനെ ബേസ് ചെയ്തിട്ട് വരച്ചിരിക്കുന്ന ഫിഗറാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 ആക്സിസുകൾ മാർക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷനിലായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റൊട്ടേറ്റിംഗ് ഡിസ്കിനെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അതിൻ്റെ അകത്തായിട്ട് ഒരു റൊട്ടേറ്റിംഗ് ഡിസ്കിനെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ റൊട്ടേറ്റിംഗ് ഡിസ്ക് എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാം? ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓർ ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് ക്ലോക്ക് വൈസ് ആയിട്ടും ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും റൊട്ടേറ്റ് ചെയ്യാം. അതായത് റൊട്ടേഷൻ ഇങ്ങനെ. ഓക്കെ, ഇവിടെ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഈ സൈഡിൽ നിന്നിട്ടാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടും റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ശരി. ഇനി ഇവിടുത്തെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സെക്കൻഡ് ആക്സിസ് എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് പ്രിസിഷൻ. ആക്സിസ് ഓഫ് പ്രിസിഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ എൻറ്റയർ ഫസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ആക്സിസിനെ എന്ത് ചെയ്യുന്നത്? തിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, പെൻസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് പ്രിസിഷൻ, അതാണ് ഇതിൻ്റെ ഇവിടെ സ്കെച്ച് ചെയ്തിരിക്കുന്നത് ഈ സെക്കൻഡ് ആക്സിസ്. സെക്കൻഡ് ആക്സിസ് ആക്സിസ് ഓഫ് പ്രിസിഷൻ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ പെൻസിൽ വെച്ചും ആക്സിസ് ഓഫ് പ്രിസിഷൻ നമ്മുടെ ഈ ഒരു സെക്കൻഡ് പെൻ വെച്ചിട്ട്. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഇതിനെ എന്ത് ചെയ്യണം? ടേൺ ചെയ്യണം. ഒരു എക്സ്റ്റേണൽ ടോർക്ക് കൊടുത്തിട്ട് ടേൺ ചെയ്യണം. അങ്ങനെ ടേൺ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ എന്ത് ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്? അങ്ങനെ ടേൺ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിള് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഗൈറോസ്കോപ്പിക് കപ്പിള് കാരണം ഇത് ലെഫ്റ്റ് വേർഡോ റൈറ്റ് വേർഡോ ടേൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഇത് അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഇത് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ മോഷൻ നടക്കുന്നത് ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ പറയുന്ന ഗൈറോസ്കോപ്പിക് എഫക്റ്റ് വരുമ്പോഴത്തേക്കും ആ മോഷൻ നടക്കുന്നതെന്ന് പറയുന്നത് ഈ തേർഡ് ആക്സിസ്, അതാണ് ആക്സിസ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് ആ ഒരു ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടായിരിക്കും ഈ തേർഡ് റൊട്ടേഷൻ നടക്കുന്നത്. ഓക്കെ, ശരി. അപ്പം ഈ ഒരു ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് സ്കെച്ച് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കുക. ഇനി നെക്സ്റ്റ്, ഡയറക്ഷൻ ഓഫ് ആംഗുലർ മൊമെന്റം വെക്ടർ ഈസ് ഡിസൈഡഡ് ബൈ റൊട്ടേഷൻ ഓഫ് ഡിസ്ക്. ദ റൊട്ടേഷൻ ഓഫ് ഡിസ്ക് ക്യാൻ ബി ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് ആൻഡ് പൊസിഷൻ ഓഫ് ഒബ്സർവർ ഫ്രണ്ട് ഓർ ബാക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? റൊട്ടേറ്റിംഗ് ഡിസ്ക് ഉണ്ടെങ്കിൽ അതിനെന്തുണ്ട്? ഒരു ആംഗുലർ മൊമെൻറ്റം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആംഗുലർ മൊമെൻറ്റം എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആംഗുലർ മൊമെൻറ്റം L=I × ഒമേഗ. അതിൽ I എന്ന് പറയുന്നത് ഈ ഡിസ്കിൻ്റെ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്.
ഡിസ്കിൻ്റെ മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ്. എത്ര മാസമുള്ളതാണ്, എത്ര റേഡിയസ് ഉള്ള ഡിസ്ക്കാണ് ഇട്ടിരിക്കുന്നത്, അതെല്ലാമാണ് എന്ത് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്, ഈ പറയുന്ന മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അല്ലെങ്കിൽ ഐ എന്ന് പറയുന്ന വാല്യൂവിനെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര ആംഗുലാർ വെലോസിറ്റിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഓക്കെ, അപ്പോൾ ആ ഐ ഇൻറ്റു ഒമേഗ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഐ ഇൻറ്റു ഒമേഗ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംഗുലാർ മൊമെൻറ്റം വെക്ടറിൻ്റെ വാല്യൂ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡയറക്ഷനാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടക്കം പറഞ്ഞ പോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗുലാർ മൊമെൻറ്റം വാല്യൂ ഡിസൈഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്. ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഐ ഇൻറ്റു ഒമേഗ. ഓക്കെ, ഇനി അതിൻ്റെ ഡയറക്ഷൻ ഡിസൈഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഡിസ്ക് ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഇവിടെ ഫ്രണ്ട് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ആൾ ഇത് നോക്കുമ്പോഴത്തേക്കും ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുവാണ്. ഓക്കെ, ഇനി ഇത് ഞാൻ ഒന്ന് തിരിച്ചിട്ടെന്ന് വിചാരിക്കുക. ഇത്തവണ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇതിൻ്റെ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്ന സിറ്റുവേഷനിൽ ഒരു ഒബ്സർവർ, ഓക്കെ, ഒബ്സർവർ എന്ന് പറയുന്നത് ഈ പറയുന്ന അറേഞ്ച്മെൻറ്റിനെ വ്യൂ ചെയ്യുന്ന ഒരാൾ, അയാൾ ഇവിടെ നിൽക്കുവാണെന്ന് വിചാരിക്കുക. ഈ ഡിസ്ക് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇയാളെ സംബന്ധിച്ചിടത്തോളം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. ശരി, അപ്പോൾ ആംഗുലർ മൊമെൻറ്റം വെക്ടറിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുക. വലത്തേ കയ്യിൽ തമ്പ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആംഗുലർ മൊമെൻറ്റം വെക്ടറിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു അറേഞ്ച്മെൻറ്റ്, ഓക്കെ, ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ഒന്ന് കയ്യിൽ കരുതുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒബ്സർവറിനെ ഇവിടെ ഫിക്സ് ചെയ്തു. ഈ യൂണിറ്റ് എന്ത് ചെയ്യണം, ഈ ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. അതായത് ഇതിപ്പോൾ ഇങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏത് ഡയറക്ഷനിലാണോ റൊട്ടേഷൻ നടക്കുന്നത് ആ ഡയറക്ഷനിൽ നിങ്ങളുടെ വലത്തേ കയ്യിലെ ഫിംഗേഴ്സ് ബെൻഡ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും വലത്തേ കയ്യിലെ ഫിംഗേഴ്സ് എങ്ങനെയാണ്, ഇങ്ങനെ ബെൻഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഈ റൊട്ടേഷൻ കണ്ടോ, ഈ റൊട്ടേഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ആ ഡയറക്ഷനിൽ എന്ത് ചെയ്യുക, ഫിംഗേഴ്സിന് ഇങ്ങനെ റാപ്പ് ചെയ്യുക. റാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും തമ്പിൻ്റെ ഡയറക്ഷൻ, തമ്പ് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്, തമ്പ് ഈ ഡയറക്ഷനിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഈ ഡയറക്ഷനായിരിക്കും നിങ്ങളെ ആംഗുലർ മൊമെൻറ്റം വെക്ടറിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പം ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇയാൾ ഡിസ്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് സ്പിൻ ചെയ്യുന്നു. ഡിസ്ക് സ്പിൻ ചെയ്യുന്ന ഡയറക്ഷനിൽ വലത്തേ കയ്യിലെ ഫിംഗേഴ്സ് എടുത്തിട്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ റാപ്പ് ചെയ്യുക. റാപ്പ് ചെയ്യുമ്പോഴത്തേക്കും തമ്പ് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്, ഈ ഡയറക്ഷനിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആംഗുലർ മൊമെൻറ്റം വെക്ടർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് ഇതാണ്ട് ഈ സ്കെച്ച് ചെയ്തിരിക്കുന്നത്. O മുതൽ A വരെ ഈ ആക്സിസിന് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. OA എന്നാണ് ആ വെക്ടറിൻ്റെ പേര്. ഇതിന് പ്രത്യേകിച്ച് ലെങ്ത് ഒന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് കാൽക്കുലേഷനൊന്നും വരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ഡയഗ്രമാണ്, ജസ്റ്റ് ഡ്രോ എ ഹൊറിസോണ്ടൽ. ഇത് ഈ ആരോ ആണ് ഇമ്പോർട്ടൻറ്റ്. ആരോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ തമ്പ് പോയിൻ്റ് ചെയ്തത് ഈ ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് ആരോ എന്ത് ചെയ്തത് നമ്മൾ അങ്ങോട്ട് കൊടുത്തത്. ഇതാണ് നമ്മുടെ ആംഗുലർ മൊമെൻറ്റം വെക്ടർ. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ എന്തായിരുന്നു, ഒബ്സർവർ. ഓക്കെ, ഒബ്സർവർ അറ്റ് ദി ഫ്രണ്ട് എൻഡ്. ഓക്കെ, ഒബ്സർവർ ഫ്രണ്ടിൽ നിൽക്കുന്നത്, ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഒബ്സർവർ ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്നത്, ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ തമ്പ് എങ്ങോട്ടാണ്, ഈ ഡയറക്ഷനിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആംഗുലർ മൊമെൻറ്റം വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതേ സിറ്റുവേഷൻ തന്നെ, പക്ഷേ ഇത്തവണ ഞാൻ ഒബ്സർവറിനെ എടുത്ത് എന്ത് ചെയ്തു, ബാക്ക് സൈഡിലായിട്ട് പ്ലേസ് ചെയ്തു. ഈ അറേഞ്ച്മെൻറ്റിൻ്റെ ബാക്ക് എൻഡിലായിട്ട് പ്ലേസ് ചെയ്തു. എന്നിട്ട് ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇത്തവണ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡിസ്കിൻ്റെ റൊട്ടേഷനൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. നേരത്തെ എങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതേ കണക്ക് തന്നെയാണ് ഇപ്പോഴും ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ ബാക്ക് എൻഡിൽ നിന്ന് നോക്കുന്ന ഒരാളിന് ആ റൊട്ടേഷൻ എന്തായിട്ടാണ് തോന്നുന്നത്, അത് ക്ലോക്ക് വൈസ് റൊട്ടേഷനായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഒരു സാധനം എടുത്ത് വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് ഒരു ഓറിയൻറ്റേഷനിൽ കറക്കി നോക്കുക. ഇവിടെ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നുവാണെങ്കിൽ ബാക്ക് സൈഡിൽ പോയി നിൽക്കുമ്പോൾ അത് എന്തായിട്ട് തോന്നും, ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും തോന്നുന്നത്. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതെങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഇത്തവണ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എഗെയിൻ എന്ത് ചെയ്യുക, റൈറ്റ്
റൈറ്റ് ഹാൻഡിലെ ഫിംഗേഴ്സ് എടുക്കുക. റൊട്ടേഷൻ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ക്ലോക്ക് വൈസ് ഓറിയൻറ്റേഷൻ ഇങ്ങനെയാണ്. ആ ഓറിയൻറ്റേഷൻ്റെ ഡയറക്ഷനിൽ നമ്മൾ ഫിംഗേഴ്സിന് ഇങ്ങനെ റാപ്പ് ചെയ്യുമ്പോഴത്തേക്കും തമ്പ് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്? തമ്പ് ഈ ഡയറക്ഷനിലേക്ക്. ഓക്കെ, അപ്പോൾ തമ്പ് പോയിൻ്റ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് വേണം എന്ത് ചെയ്യാനായിട്ട്? വെക്ടറിനെ വരയ്ക്കാനായിട്ട്. O A. ഓക്കെ, ശരി. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് ഒബ്സർവർ നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിലും അതുപോലെ തന്നെ റയർ എൻഡിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഓറിയൻറ്റേഷൻ കാണുവാണെങ്കിലും രണ്ടും എന്താണ്? ആക്ച്വലി സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഓക്കെ, രണ്ടിലും ആംഗുലർ മൗണ്ട് വെക്ടർ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ആരോയുടെ ഡയറക്ഷനാണ് ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ പേര് OA എന്ന് കൊടുത്തു. ലെങ്ത്തിന് വലിയ പ്രയോറിറ്റി ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ പറയുന്ന ആംഗുലർ മൊമെൻ്റം വെക്ടർ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ സെക്കൻഡ് കേസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് 2. ഓക്കെ, കേസ് 2 നോക്കുമ്പോഴത്തേക്കും കേസ് 2 ഇതേ കണക്ക് പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞത് ഒബ്സർവർ ഡിസ്ക് റൊട്ടേഷൻ പറഞ്ഞു അല്ലേ? ഒബ്സർവറിൻ്റെ 2 പോസിബിൾ പൊസിഷൻസ് എന്ന് പറയുന്നത് ഒബ്സർവർ ഒന്ന് ഫ്രണ്ട് എൻഡിൽ നിന്നിട്ട് നോക്കാം, പിന്നെ ബാക്ക് എൻഡ് അല്ലെങ്കിൽ റെയർ എൻഡ് എന്ന് പറയും കേട്ടോ. REAR, ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക് എൻഡ്. ഓക്കെ, ഇനി ഡിസ്ക് റൊട്ടേഷൻ എങ്ങനെയാണ് വരുന്നത്? ഡിസ്ക് റൊട്ടേഷൻസ് ചെക്ക് ചെയ്യും. ഓക്കെ, ഇത്തവണ ഞാൻ ജസ്റ്റ് റിവേഴ്സ് നോക്കുകയാണ്. ഫ്രണ്ട് എൻഡിൽ നിന്ന് നോക്കിയപ്പോൾ നേരത്തെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത്തവണ ഫ്രണ്ട് എൻഡിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കണ്ടെന്ന് വിചാരിക്കും. ബാക്ക് എൻഡിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ആൻറ്റി ക്ലോക്ക് വൈസ് ആയെന്ന് വിചാരിക്കും. ഓക്കെ, ശരി. അതായത് നമ്മുടെ സ്പിന്നിങ് ആക്സിസ് കൊണ്ട് ഇതിലായിട്ട് നമ്മൾ ഡിസ്കിനെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇത് നമ്മുടെ റൊട്ടേറ്റിംഗ് ഡിസ്കിനെ പ്ലേസ് ചെയ്തിട്ട് ഫ്രണ്ട് സൈഡ് ഇത് ബാക്ക് സൈഡ്. ഓക്കെ, രണ്ടിടത്തും 2 സമയങ്ങളിലായിട്ടാണ് ഒബ്സർവർ നിൽക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ഏത് ഓറിയൻറ്റേഷനാണെന്ന് ഇത്തവണ എടുത്തു? ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ക്ലോക്ക് വൈസ്. ശരി, ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ. ഓക്കെ, ഇതിപ്പം ഫ്രണ്ട് എൻഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഈ ഡിസ്കിനെ എടുത്തിട്ട് നേരെ തിരിച്ചിട്ടു. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത്തവണ എങ്ങനെയാണ് കറങ്ങുന്നത്? ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ്. ഓക്കെ, ഫ്രണ്ട് എൻഡിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ക്ലോക്ക് വൈസ്. ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുകയാണ്. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ആംഗുലർ മൊമെൻ്റം വെക്ടറിൻ്റെ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടി റൈറ്റ് ഹാൻഡ് എടുക്കുക. റൈറ്റ് ഹാൻഡിലെ ഫിംഗേഴ്സിനെല്ലാം ഏത് ഡയറക്ഷനിലാണോ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കറങ്ങുകയാണ്. ഓക്കെ, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഡയറക്ഷനിലായിട്ട് ഞാൻ ഈ ഫിംഗേഴ്സിനെല്ലാം ഇങ്ങനെ മൗണ്ട് ചെയ്തു. അപ്പോൾ തമ്പ് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. കണ്ടോ, ഈ കയ്യിൽ തമ്പെന്ന് പറയുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. അപ്പോൾ നമ്മുടെ വെക്ടർ വരയ്ക്കേണ്ടത് എങ്ങനെയായിരിക്കും? വെക്ടർ വരയ്ക്കേണ്ട ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഇങ്ങനെ ആണോ? ഓക്കെ, ആരോയുടെ ഡയറക്ഷൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഇതാണ് നമ്മുടെ ആംഗുലർ മൊമെൻ്റം വെക്ടർ എന്ന് പറയുന്നത്. ഈ വെക്ടറിന് പ്രത്യേകിച്ച് ലെങ്ത് ഒന്നും ഞാൻ എടുത്തില്ല. ലെങ്ത് എടുക്കുകയാണെങ്കിൽ അതെന്ത് എടുക്കുന്നത്? നമ്മുടെ ആംഗുലർ മൊമെൻ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നത്. ആംഗുലർ മൊമെൻ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് I⍵. ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് I⍵ω. ഇപ്പോൾ ഗൈറോസ്കോപ്പിക് കപ്പിളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആംഗുലർ മൊമെൻ്റം വെക്ടർ മാത്രമാണ് സ്കെച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അഗെയിൻ സെയിം സിറ്റുവേഷൻ. ഇനി ഇപ്പം നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ നോക്കി? ഫ്രണ്ട് എൻഡിൽ നിന്ന് നോക്കിയപ്പോൾ ഡിസ്ക് ക്ലോക്ക് വൈസ് ആയിട്ട്. അതേ സമയം തന്നെ അതേ സാധനത്തിന് അതേ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് നോക്കുമ്പോൾ അപ്പോൾ എന്തായിട്ടായിരിക്കും തോന്നുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും തോന്നുന്നത്. ഓക്കെ, അപ്പം ഡിസ്ക് എടുത്ത് പ്ലേസ് ചെയ്തു. ഓക്കെ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ബാക്ക് എൻഡിൽ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ്റെ ഡയറക്ഷനിലായിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡിലെ ഫിംഗേഴ്സ് അല്ലേ എല്ലാം എന്ത് ചെയ്തു? നമ്മളിങ്ങനെ റാപ്പ് ചെയ്തെടുത്തു. അപ്പോൾ തമ്പ് എഗെയിൻ എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഇതിൻ്റെ ഈ തമ്പെന്ന് പറയുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇതിൻ്റെ ഈ വെക്ടർ. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് നമ്മുടെ കേസ് 2 എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്ക് വരുന്ന രണ്ട് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഫ്രണ്ട് എൻഡിൽ നിന്ന് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റെയർ എൻഡിൽ നിന്ന് നോക്കാം. അതിനനുസരിച്ചാണ് നമ്മുടെ ഈ പറയുന്ന ആംഗുലർ മൊമെൻ്റ് വെക്ടേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റിംഗ് ഡിസ്കിൻ്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്, പിന്നെ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഇൻ എയർപ്ലെയിൻസ് വരുന്നുണ്ട്, ഷിപ്പ് വരുന്നുണ്ട്, പിന്നെ 4 വീലേഴ്സ് വരുന്നുണ്ട്, 2 വീലേഴ്സ്. ഇത്രയും ടോപ്പിക്സാണ് ഇനി വരാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് റൊട്ടേറ്റിംഗ് ഡിസ്കിൻ്റെ ഒരു പ്രോബ്ലം ഇതോട് കൂടെ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് വരണം ഒരു ടോപ്പിക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.